ചങ്ങായിമാരെ പ്രമുഖ വ്യവസായിയായ CJ റോയി മരണപ്പെട്ടതിൽ അദ്ദേഹത്തിന്റെ സഹോദരനായ ബാബു ഒരു വലിയ വെളിപ്പെടുത്തൽ നടത്തിയിരിക്കുകയാണ്. കഴിഞ്ഞ കുറെ ദിവസമായിട്ട് BJPയുടെ കൂട്ടിലടച്ച തത്തയായ ED ഉണ്ടല്ല നിരന്തരമായി റോയിയെ ശല്യപ്പെടുന്നുണ്ടെന്നാണ് സഹോദരൻ പറയുന്നത്. റോയി എല്ലാ രേഖകളും കൃത്യമായി കാണിച്ചതിന് ശേഷവും ഈ കൂട്ടിലടച്ച തത്ത വീണ്ടും വീണ്ടും റോയിയെ ശല്യപ്പെടുത്തുകയാണെന്നാണ് സഹോദരൻ കൃത്യമായി പറയുന്നത്. പക്ഷെ ഇന്നലെ തൊട്ട് റോയിയുടെ മരണത്തിന് ശേഷം സംഘികൾ പറഞ്ഞുണ്ടാക്കുന്നത് എന്താണെന്ന് വെച്ചാൽ റോയി തട്ടിപ്പ് നടത്തിയിട്ട് തട്ടിപ്പ് പിടിക്കപ്പെടുമെന്നുള്ള ഒറ്റ ഭയം കൊണ്ടാണ് റോയി ആത്മഹത്യ ചെയ്തത്. ആ സംഖ്യയോട് ഞാൻ പറട്ടെ, കഴിഞ്ഞ ഒരു മാസത്തിലേറെയായി റോയിയുടെ പിന്നാലെ ED കൂടിയിട്ട് എന്നിട്ട് ഒരു തെളിവ് പോലും, ഒരു ചെറിയ തെളിവ് പോലും റോയിക്കെതിരെ ഉണ്ടാക്കാൻ വേണ്ടി നിങ്ങളുടെ കൂട്ടിലടച്ച തത്തക്ക് കഴിഞ്ഞിട്ടില്ല. അതൊക്കെ പോട്ടെ, ED ഈ റോയിക്കെതിരെയൊക്കെ കാണിക്കുന്ന ഈ ഉഷാറുണ്ടല്ല, ഇന്ത്യയിലെ ഏറ്റവും വലിയ തട്ടിപ്പ് വീരനായ അദാനിക്കെതിരെ എന്തിന് പല രാജ്യങ്ങളുണ്ടല്ല കരിമ്പട്ടികയിൽപ്പെടുത്തിയ അദാനിക്കെതിരെ ഇതുപോലെ റെയ്ഡ് നടത്താൻ വേണ്ടി കൂട്ടിലടച്ച തത്തക്ക് പറ്റുമോ? അതും പോട്ടെ, ഒരു വർഷം കൊണ്ട് 10 മടങ്ങ് ലോകത്തിലെ എല്ലാ ബിസിനസ്സുകാരെയും ഞെട്ടിക്കുന്ന പോലെ വളർച്ചയുണ്ടാക്കിയ അമിത്ഷാജിയുടെ മകൻ ജയ്ഷായിലെ ജയ്ഷായുടെ ഓഫീസിൽ ഇതുപോലെ റെയ്ഡ് നടത്താൻ വേണ്ടി BJPയുടെ കൂട്ടിലടച്ച തത്തക്ക് പറ്റുമോ? പറ്റില്ല, ഉണ്ടയാണ് പറ്റുക. എന്നിട്ട് ഇതുപോലെ നേരായ മാർഗത്തിലൂടെ മാത്രം ബിസിനസ് നടത്തുന്ന റോയിയെ പോലുള്ള പാവങ്ങളുടെ പിന്നാലെ കൂടി അവരുടെ ജീവിതവും ഒരുപാട് പേരുടെ ജോലി സാധ്യതയാണ് BJPയും BJPയുടെ കൂട്ടിലടച്ച തത്തയും കൂടി ഇല്ലാതാക്കി കളഞ്ഞത്. ഈ പാവർ റോയിയുടെ മുന്നിൽ ഒന്നുകിൽ നാണവും മാനവും ഇല്ലാത്ത ജെട്ടി സാബുവിന്റെ പരിപാടി എടുക്കണം. അദ്ദേഹത്തിന് അന്തസ്സുള്ളത് കൊണ്ട് അദ്ദേഹം അത് തെരഞ്ഞെടുത്തില്ല. എന്നിട്ട് കുറച്ചു നാൾ മുന്നേ മരണപ്പെട്ട ദീപക്കില്ലേ, ആത്മാഭിമാനമുള്ള ദീപക്, ആ ദീപക്കിന്റെ വഴിയാണ് റോയി പിന്തുടർന്നത്. എന്തായാലും റോയിയുടെ സഹോദരൻ ബാബു ഇതുമായി ബന്ധപ്പെട്ട് കുറച്ച് കാര്യങ്ങൾ പറഞ്ഞിട്ട് അതൊന്ന് കേട്ടിട്ട് വന്നാലോ? CJ റോയുടെ സഹോദരൻ ശ്രീ ബാബു ഇപ്പോൾ ടെലിഫോണിലുണ്ട്. ശ്രീ ബാബു, ഏറ്റവും വിഷമമുള്ള ഘട്ടത്തിലാണ് അങ്ങയുടെ പ്രതികരണം ഇപ്പോൾ ആരായുന്നത്. പക്ഷേ എന്നാലും അപ്രതീക്ഷിതമായി ഉണ്ടായിരിക്കുന്ന ഈ മരണം, അതിന്റെ കാരണം എന്താണെന്നാണ് എനിക്ക് മനസ്സിലാക്കാനാകുന്നത്. എനിക്ക് മനസ്സിലാക്കിയിടത്തോളം ഇൻകം ടാക്സിന്റെ ട്രബിൾ ഉണ്ടായിരുന്നു പുള്ളിക്ക് ഈ 3 ദിവസമായിട്ട്. കഴിഞ്ഞ മാസം ഡിസംബർ 3-ാം തീയതി അവർ വന്നിരുന്നു. അവരിവിടെ 4-5 ദിവസം ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ട് ഇപ്പോൾ 28-ാം തീയതി തിരിച്ചു വന്നു. മിസ്റ്റർ കൃഷ്ണപ്രസാദ് ടീം ഫ്രം അഡീഷണൽ കമ്മീഷണർ ഓഫ് ഇൻകം ടാക്സ് ഫ്രം കേരള, പുള്ളിയുടെ ടീമാണ് ഇവിടെ വന്നിരുന്നത്. അവർ എന്ത് ട്രബിൾ ചെയ്തൊന്നും എനിക്കറിയില്ല. അവരെ ആൻസർ ചെയ്യണം, ഇത് എങ്ങനെ എന്ത് പറ്റിയെന്ന് ഇതിലേക്ക് പോകാനായിട്ട്. ശ്രീ ബാബുറായ്, ഇതിപ്പോ നേരത്തെ അങ്ങ് പറഞ്ഞ പ്രകാരമാണെങ്കിൽ ഡിസംബറിൽ തുടങ്ങിയിട്ടുണ്ടെന്ന് പറഞ്ഞാൽ ഈ ഘട്ടത്തിൽ എപ്പോഴെങ്കിലും സഹോദരൻ ഈ റെയ്ഡിന്റെ പറഞ്ഞിരുന്നു ഇൻകം ടാക്സിന്റെ ട്രബിൾ ടു മച്ച് എന്ന് പറഞ്ഞിരുന്നു എന്നോട്. ഇന്ന് രാവിലെ എന്നെ വിളിച്ചിരുന്നു ഒരു 10 മണിക്ക്. ഞാൻ ആക്ച്വലി പൂക്കറ്റിൽ ഒരു കല്യാണത്തിന് വന്നാണ്. ഐ എം റിട്ടേണിംഗ് ടു ബാംഗ്ലൂർ. ഇന്ന് രാവിലെ എന്നെ ഒരു 10-11 മണിക്ക് വിളിച്ച് എന്നോട് പറഞ്ഞു. ഇന്ന് രാവിലെ പോലും സംസാരിച്ചു അല്ലേ? സംസാരിച്ചു. ഇന്ന് 11 മണിക്ക് എന്നോട് സംസാരിച്ചിട്ടുണ്ട്. എന്താണ് പറഞ്ഞതെന്ന് പറയാമോ? എന്നോട് ഇന്ന് പറഞ്ഞത് ഈ ഇൻകം ടാക്സുകാർ എപ്പോൾ പോകുന്ന എനിക്ക് അറിയില്ല, നീ എപ്പോഴാണ് വരുന്നത് എന്നോട് ചോദിച്ചു. ഞാൻ നാളെ വൈകിട്ട് 7 മണിക്ക് ബാംഗ്ലൂർ ഉണ്ടാവും ഞാനും പറഞ്ഞു. ഈ സംസാരത്തിൽ വല്ലാത്തൊരു പ്രഷർ നേരിടുന്നതായി എനിക്ക് തോന്നിയോ? പ്രഷർ ഉണ്ടായിരുന്നു പുള്ളിക്ക്, ഒരു 3-4 സെറ്റ് നല്ല പ്രഷർ ഉണ്ടായിരുന്നു. അപ്പൊ ഐ വാസ് കമ്മിങ് ഡൗൺ. പക്ഷേ ഈ സമയം ഇങ്ങനെ ചെയ്യുന്ന ഞാനൊന്നും വിചാരിച്ചില്ല. ഈ പറഞ്ഞ രേഖകളും ഒക്കെ ബ്രദർ നൽകുന്നുണ്ടായിരുന്നല്ലോ അല്ലേ? ഉണ്ടായിരുന്നു. He was communicating with them. Whatever they have asked, he was given it also. എന്ത് പ്രഷർ ഇൻകം ടാക്സർ ചെയ്തു എന്ന് എനിക്കറിയില്ല. എനിക്ക് എന്റെ ബ്രദർ പോയി, അത്ര എനിക്ക് പറയാൻ പറ്റില്ല. എന്റെ അനിയനാണ് റോയ്. സാമ്പത്തികമായി ബുദ്ധിമുട്ടുകളൊന്നും അദ്ദേഹത്തിന് ഈ ഘട്ടത്തിൽ ഉണ്ടായിരുന്നില്ല? ഒന്നുമില്ല. 100% ഹാസ് എ വെരി ഗുഡ് ബാങ്ക് ബാലൻസ്. അങ്ങനെ ഒന്നുമില്ല. പുള്ളി കടത്തിലൊന്നുമല്ല, കടമൊന്നുമില്ല പുള്ളിയുടെ. സീറോ ബാലൻസ്, സീറോ കടമാണ് പുള്ളിയുടെ. ഈ റെയ്ഡ് എത്ര തവണ നടന്നു എന്ന് എനിക്ക് ഏകദേശം അറിയാമോ? ഈ റെയ്ഡ് ഡിസംബർ 3-ാം തീയതി വന്നു. 6-ാം തീയതി അവർ പോയി. പിന്നെ റോയ് ദുബായിലായിരുന്ന സമയത്ത് പിന്നെ വിളിപ്പിച്ചപ്പോഴാണ് 28-ാം തീയതി റോയ് ഈ ഇതിനെ ആൻസർ ചെയ്യാനായിട്ട് തിരിച്ചു വന്നത്. അവർ കൊടുത്ത ഡേറ്റിനാണ് റോയ് തിരിച്ചെത്തിയത്. കണ്ടോ, നിരന്തരമായി ഡിസംബർ 3 മുതൽ നിരന്തരമായ വേട്ടയാടലാണ് റോയ്ക്കെതിരെ ED നടത്തിയത്. ഞാൻ പറഞ്ഞ അങ്ങനെ എന്തെങ്കിലും ഒരു തെറ്റ് റോയ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഇത്രയും വിവരമുള്ള റോയ്ക്ക് ഇത്ര ദിവസം പോരെ ആ തെറ്റ് തിരുത്താൻ വേണ്ടിയിട്ട്. പക്ഷെ അങ്ങനെ ഒരു തെറ്റ് ED പറയുമ്പോൾ ഒരു തെറ്റ് അദ്ദേഹം ചെയ്തിട്ടില്ല. പക്ഷെ റോയിയെ കൊടുക്കുക എന്നത് മാത്രമായിരുന്നു കൂട്ടിലടച്ച തത്തയുടെ ഒരേ ഒരു ഉദ്ദേശം. ഇത് ഞാൻ നിങ്ങൾ കണ്ടില്ല, നിങ്ങൾ തന്നെ ചിരിച്ചു പോകുന്ന വേറെ കുറച്ച് പോസ്റ്റുകൾ വായിച്ചു തരാം. വാ. അദാനിക്ക് 50 ലക്ഷം പിഴയിട്ട ജഡ്ജിക്ക് മണിക്കൂറുകൾക്കകം സ്ഥലം മാറ്റം, പിന്നാലെ വിധിയും സ്റ്റേ ചെയ്ത് രാജസ്ഥാൻ ഹൈക്കോടതി. അടിപൊളിയല്ലേ? ഇനി അടുത്തത്, ബീഹാറിൽ പാലം തകർന്നതിന് പിന്നാലെ BJPക്ക് കോടികൾ സംഭാവന നൽകി കരാറുകാർ. വടക്കുകിഴക്കൻ സംസ്ഥാനങ്ങളിൽ BJPക്ക് ലഭിച്ച ഫണ്ടിൽ പകുതിയിലധികം സർക്കാർ കരാറുകാരിൽ നിന്ന്. ഇത് അതിലും കോമഡിയായ വാർത്ത. ഇനി വേറൊന്നും കൂടി ഞാൻ വായിച്ചുതരാം. ടാറ്റയുടെ സെമി കണ്ടക്ടർ യൂണിറ്റുകൾക്ക് കേന്ദ്രത്തിന്റെ അംഗീകാരം. 4 ആഴ്ചക്കകം BJP അക്കൗണ്ടിലെത്തിയത് 758 കോടി രൂപ. സംഭാവന നൽകിയത് 2024 ലോക്സഭാ തെരഞ്ഞെടുപ്പിന് തൊട്ടു മുന്നേ. ചിരിച്ചോളി കുരിപ്പളി ഇതൊക്കെ കണ്ട് ചിരിച്ചോളൂ. അടുത്തതും കൂടി ഞാൻ വായിച്ചുതരാം. ബീഹാറിലെ ഭഗവൽപൂർ പവർ പ്ലാന്റ് അദാനിക്ക് കൈമാറിയതിൽ 6200 കോടിയുടെ അഴിമതി ആരോപണവുമായി
BJP മുൻ കേന്ദ്രമന്ത്രി RK സിംഗ്, വേറെ ആരല്ലട്ട, BJPന്റെ മുൻ കേന്ദ്രമന്ത്രിയാണ് ഈ അഴിമതി തുറന്നു പറഞ്ഞത്. ഇതിലും വലിയ ഉടായിപ്പടല BJP അവരുടെയൊക്കെ കൂട്ടിലടച്ച തത്തകളെ കൊണ്ട് ചെയ്യിക്കുന്നതിന് ഇതിലും വലിയ തെളിവ് വേറെ വേണോ? പിന്നെ അതിന്റെ അടുത്ത് നിങ്ങൾ വേറൊരു കോമഡി വാർത്ത കേട്ടോ, ഈ മരണപ്പെട്ട റോയ്ക്കെതിരല്ല ആത്മഹത്യക്ക് കേസെടുത്ത്, അതാണ് അതിലും വലിയ കോമഡി. അതുമാത്രമല്ല, മരണപ്പെട്ടതിന് ശേഷം റോയ് മരണപ്പെട്ടതിന് ശേഷം ED ഉണ്ടല്ല അവിടെ റെയ്ഡ് തുടർന്നു കൊണ്ടേയിരുന്നു. ഒരാൾ മരണപ്പെട്ടു എന്നുള്ള മാനസിക പരിഗണന പോലും അവിടെ കൂട്ടിലടച്ച തത്തുകൾ കാണിച്ചു പോലുമില്ല. ഇതാണ് ഞാൻ പറഞ്ഞത്, അന്തസ്സോടെ ഇവരെ എതിർത്ത് നിൽക്കുന്നവർക്ക് ഇവിടെ ജീവിക്കാൻ പറ്റില്ല. പക്ഷെ ഇവരുടെ കാൽ കീഴിൽ വീഴുന്ന ജെട്ടി സാബുവിനെ പോലുള്ളവർക്ക് ഇവിടെ സുഖമായി ജീവിക്കാനും പറ്റും. അതുകൊണ്ട് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ അന്തസ്സുള്ളവര് ജെട്ടി സാബുവിനെ പോലെ ആവില്ല, അന്തസ്സുള്ളവര് ദീപക്കിനെ പോലെ ചിന്തിക്കുന്നതിൽ യാതൊരു കുറ്റവും പറയാൻ കഴിയില്ല. ശരിയായ കള്ളന്മാർ രാജ്യം ഭരിക്കുന്ന BJPയുടെ കൂടെ കൂടിയിട്ട് രാജ്യം കട്ടുമുടിക്കാൻ നിൽക്കുന്ന, പക്ഷേ റോയിയെ പോലെ ബിസിനസിനിടയിലും പാവപ്പെട്ട ആൾക്കാരെ ഒന്നും നോക്കാതെ സഹായിക്കുന്ന പാവം മനുഷ്യന്മാർ ഈ നാട്ടിൽ ബിസിനസ് ചെയ്യാൻ പറ്റാതെ ആത്മഹത്യ ചെയ്യുന്നു. അതുകൊണ്ട് BJPയും അദാനിയും ജയ്ഷയും പോലുള്ള കാട്ടുകള്ളന്മാരെ വെളുപ്പിച്ചുകൊണ്ട് ഈ പാവപ്പെട്ട മരണപ്പെട്ട റോയിയെ കുറ്റം പറഞ്ഞ സംഘികളെ നിങ്ങളോട് സഹതാപം മാത്രം. അപ്പൊ ഞാൻ ഒരിക്കൽ കൂടി പറയട്ടെ, സ്വന്തം ആത്മാഭിമാനം പണയം വെക്കാതെ ആത്മഹത്യ ചെയ്ത CJ റോയിക്ക് എന്റെ ആദരാഞ്ജലികൾ. എന്നെ ഇഷ്ടപ്പെടുന്ന എല്ലാവർക്കും എന്റെ ഒരു നല്ല സുലാൻ.